ഇവനെ എന്തിനാ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നേ? എനിക്ക് കാണേണ്ടത് ഇവന്റെ അനന്തരവനെ. കണ്ണന്റെ അടുക്ക സത്യം പറയാതിരിക്കാൻ ഇവൻ കണ്ണനെ തട്ടിക്കളയും. അതാ അതാ സാധനം. എടാ, തട്ടിക്കളഞ്ഞവരൊക്കെ ജീവൻ വെച്ച് വന്നോണ്ടിരിക്കടാ. വിശ്വൻ കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോ പറഞ്ഞു വാമദേവനെ അടിച്ചൊതുക്കി ഭസ്മമാക്കി കളയുമെന്ന്. ആ, ഭസ്മമാക്കി കളയുമെന്ന് പറഞ്ഞത് കേട്ടോ? കേട്ടോ, വിശ്വനാഥൻ പറഞ്ഞെന്ന് ഭസ്മമാക്കി കളയുമെന്ന്. മരിച്ചു പോയവൻ അങ്ങനെ എന്നെ ഭസ്മമാക്കുന്നത്? മരിച്ചു പോയവർക്കാടാ വാമ അതിന് കഴിവുള്ളത്. എടാ, നിന്റെ പല വൃത്തികേടുകളും വിശ്വനാഥൻ എന്നോട് പറയുന്നുണ്ടാ വാമ. ചിലതൊക്കെ കേട്ടിട്ട് എന്റെ തൊലി പൊളിഞ്ഞുപോയി. നിന്റെ മോനുണ്ടല്ലോ, ഇപ്പൊ ശരീരം നിറഞ്ഞ ഒരേ കിടപ്പ് കിടക്കുന്നവൻ, അവൻ അങ്ങനായി പോയതിൽ ഒരത്ഭുതവുമില്ല. നിന്റെ അല്ലേ മോൻ? യവൻ വെറുതെ ഓരോന്ന് പറയമ്മേ. വെറുതെ അല്ലടാ, നിന്നെ പോലെ മനുഷ്യനെ പറ്റിച്ച് പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തരുണ്ടല്ലോ ഈ ലോകത്ത് കാണത്തില്ല. അതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് എന്റെ കണ്ണമ്മോനോട് കാര്യങ്ങളൊക്കെ പറയണം. വിശ്വനാഥനെ അങ്ങനെ എനിക്ക് സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് മോശം കിട്ടത്തില്ലടാ. പ്രതാപ, നീ തന്നെ നിന്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അതിന്റെ പൈസ മുഴുവൻ വാങ്ങിച്ചെടുത്ത ശേഷം നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നവനെ ജീവിക്കാൻ സമ്മതിക്കരുതെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. കൊല്ലടാ, കൊല്ല്. ഇനി എന്ത് വന്നാലും ശരി, നിന്റെ നെഞ്ചത്ത് ഞാൻ ആണി ഇറക്കൂടാ. എന്റെ കണ്ണൊന്ന് തെറ്റി അപ്പം മൊബൈൽ എടുത്ത് അവൻ കണ്ണനെ വിളിക്കും. ഇപ്പൊ തന്നെ അവൻ എന്തെങ്കിലും സംശയം തോന്നിയോന്ന് എനിക്കറിഞ്ഞൂടാ. സംശയം തോന്നണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് എവന്റെ വായിൽ വല്ല തുണിയും കുത്തിക്കേറ്റണം. അല്ലാതെ രക്ഷയില്ലമ്മേ. അല്ലെങ്കിൽ എവന്റെ വായിൽ ടേപ്പൊട്ടിക്കണം. ഭക്ഷണം കഴിക്കാൻ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ടേപ്പൊട്ടിക്കാൻ ഇങ്ങോട്ട് വേണേ, ഞാൻ അങ്ങ് നിന്ന് തരാം. മര്യാദയ്ക്ക് കണ്ണനോട് പറഞ്ഞോ വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന്. അത്രയും പറഞ്ഞാ മതി, നീ കൊല്ലിച്ചാണെന്നൊന്നും പറയണ്ട. പക്ഷേ ഞാനാണ് അവന്റെ അച്ഛന്റെ ബൈക്കിൽ ലോറി ഇടിച്ചതെന്ന് കണ്ണൻ അറിയണം. എനിക്കത്രേ ഉള്ളൂ. ഇത് ശരിയാവത്തില്ല. എവന്റെ ആയുസിന് എവൻ തന്നെ നീളം കുറയ്ക്കാമേ. 20 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ എനിക്ക് തൂങ്ങേണ്ടി വന്നാൽ അതിനു മുമ്പ് എവനെ ഞാൻ തൂക്കും. തൂക്കടാ, ചോണയുണ്ടെങ്കിൽ നീ തൂക്ക്. നിന്നെ ഞാൻ തൂക്കി എറിയൂടാ, തൂത്തെറിയൂടാ. നീ പോടാ, നീ പോടാ, പോടാ ഒന്ന്. ഇങ്ങോട്ട് വാ. നിർത്തടാ. അവൻ കണ്ണന്റെ അച്ഛനെ കൊല്ലാനായി നിന്റെ കയ്യിൽ കൊട്ടേഷൻ തന്നതുപോലെ മറ്റാർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കും നിന്നെ കൊല്ലാൻ. അയ്യോ, അങ്ങനെ മരിക്കണമെന്ന അമ്മേ എനിക്കും ആഗ്രഹം. അങ്ങനായാ എനിക്ക് വിശ്വനാഥനോടൊപ്പം ഏതു നേരവും നടക്കാമല്ലോ. ഞങ്ങളിപ്പോ വലിയ ഫ്രണ്ട്സാ അമ്മേ. ഫ്രണ്ട്സ് കൂട്ടുകാര്. അമ്മേ, അവൻ വരുന്നമ്മേ. ആര്? കണ്ണൻ വരുന്നു. കണ്ണമ്മോൻ വന്നോ? എങ്കിലും കണ്ണമ്മോനോട് ഇങ്ങോട്ട് വരാൻ പറ. അവന്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നൊന്നും പറഞ്ഞോട്ടെ. വരാൻ പറമ്മേ. കൊന്നുകളഞ്ഞില്ല ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടെ? എന്ത് ചോദിക്കാതെ അങ്ങോട്ട് ചെല്ലമ്മേ. എങ്ങനെയെങ്കിലും അവനൊന്ന് ഒഴിവാക്കാൻ നോക്ക്. അവനിപ്പോ വരും. അമ്മേ, കണ്ണമ്മോനോട് ഇങ്ങോട്ട് വരാൻ പറയാമേ. അവനെ വിളിക്കമ്മേ. എനിക്ക് അവനോട് സത്യങ്ങളെല്ലാം പറയണമേ. വാമൻ കൊട്ടേഷൻ തന്നിട്ട് ഞാനാണ് അവന്റെ അച്ഛനെ കൊന്നുള്ള സത്യം എനിക്ക് പറയണമേ. നിങ്ങൾ പോകാൻ നോക്കമ്മേ. ഞാൻ ചിരിക്കും. അത് പറയാത്തതിന്റെ പേരില് നിന്നോട് സത്യം പറയുന്നവരെ നിന്റെ അച്ഛൻ എന്നെ അന്തരീക്ഷത്തിൽ നിർത്തിയിരിക്കുന്നു. എനിക്ക് അവനെ കാണണേ, കണ്ണനെ. എല്ലാ സത്യങ്ങളും അവനോട് പറയണം. നിനക്ക് കണ്ണനോട് സത്യം പറയണമല്ലേ? പറയണം, പറഞ്ഞേ പറ്റൂ. നിനക്ക് പറയണമല്ലേ? നീ സത്യം പറയാൻ വേണ്ടി ഈ നാവ് ചലിപ്പിച്ചാലുണ്ടല്ലോ നിന്റെ നാവ് പിടിച്ചെടുക്കും. കേട്ടോ? ഞാൻ പറയൂടാ. പറയൂടാ. നിന്റെ നീ പറയൂല.